കാണാൻ തന്നെ എന്താ രസമല്ലേ. മാനം തെളിഞ്ഞു നിൽക്കുന്നത് കണ്ടില്ലേ. ഇന്നൊരു നല്ല ദിവസമായിരുന്നേ. അത്യാവശ്യം പുറത്തിറങ്ങി നടക്കാനും കാഴ്ചകൾ കാണാനും ഒക്കെ പറ്റിയൊരു ദിവസം. ചെറിയുടെ ആദ്യത്തെ ബസ് റൈഡാണ് ഇത്. ചെറിയുടെ മാത്രമല്ല, UK വന്നതിന് ശേഷം അപ്പയും അമ്മയും ആദ്യമായിട്ടാണ് ബസ്സിൽ കയറി ട്രാവൽ ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾ മാത്രമല്ല പോകുന്നത്, ഞങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്ന ഇടത്തു നിന്ന് അധികം ദൂരമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ബസ്സിന് പോകാൻ തീരുമാനിച്ചത്. ബസ് ഇറങ്ങി ഒരു 4 മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഫാമിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ക്രൂവിലാണ് ഈ ഒരു സൺഫ്ലവർ ഗാർഡൻ വരുന്നത്. പ്രോപ്പർ ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ഒരു കാറിന് 10 പൗണ്ടാണ് ഇവർ എൻട്രി ഫീസായിട്ട് വാങ്ങുന്നത്. പാർക്കിംഗ് ചാർജും ഫ്ലവർ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു റേറ്റ് വരുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുണ്ട്, അവർ ഹെൽപ്പ് ചെയ്യും. കുറച്ചധികം നടന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. സൺഫ്ലവർ മാത്രമല്ല ഇവിടെ ഉള്ളത്, ചോളവും ഉണ്ട്. നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇതിനുള്ളിൽ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. കുറേ അധികം ദൂരം നടന്ന് കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മൾ നടക്കും തോറും പൂവിൻ്റെ ഭംഗി കൂടി വരുന്നതായിട്ട് നമുക്ക് തോന്നും. കാരണം എൻട്രൻസിൽ നിന്ന് മുന്നോട്ട് ചെന്നപ്പോൾ ഞങ്ങൾക്ക് പൂവിൻ്റെ വലിപ്പമൊക്കെ കൂടി വരുന്നതായിട്ട് തോന്നി. ഈ പൂക്കളുടെ ഭംഗി കൃത്യമായി കിട്ടുന്ന രീതിയിലൊരു ഫ്രെയിമും അതുപോലെ ഒരു സ്റ്റെയറും ഒക്കെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറി ഫുൾ ടൈം ഉറക്കമായിരുന്നു. പിന്നെ പോരാറായപ്പോഴത്തേക്ക് അവൻ പതിയെ ഉണർന്നു. പിന്നെ അവൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മടങ്ങിപ്പോന്നു. കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നവർക്ക് അവിടെ കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് നമ്മൾ നേരെ പോയത് ക്രൂവിലേക്കാണ്. മറ്റതിനു വേണ്ടിയല്ല, മലയാളി റെസ്റ്റോറൻറ്റ് തപ്പി പോയതാണ്. നമ്മൾ മലയാളികൾ എവിടെ ചെന്നാലും ആദ്യം നോക്കുക മലയാളി റെസ്റ്റോറൻ്റ് ആണല്ലോ. അങ്ങനെ ഞങ്ങളും കണ്ടുപിടിച്ചു. പറയാതിരിക്കാൻ പറ്റില്ല, അവിടെ നമ്മൾ നടന്നു പോകുന്ന വഴി നീളം ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു, അവിടേക്ക് പോയി. കേരള പെപ്പറി എന്നായിരുന്നു അതിൻ്റെ പേര്. ലൊക്കേഷൻ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ഇഷ്ടംപോലെ വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നു അവരുടെ മെനുവിൽ. പക്ഷേ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ചട്ടിച്ചോറും അതുപോലെ അവരുടെ മന്തിയുമാണ്. അപ്പം ഞങ്ങളതാണ് ഓർഡർ ചെയ്തത്, ഞങ്ങളത് കഴിച്ചു. ഞാൻ അവരുടെ മെനു കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പ്രൊമോഷനൊന്നുമല്ല, ഫുഡ് ഇഷ്ടമായതുകൊണ്ട് ആഡ് ചെയ്യുന്നതാണ്. ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയാലോ. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.